വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ മലേഷ്യയിൽ വന്നിട്ടുള്ള സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീൽ അങ്ങോട്ട് തുടങ്ങാമെന്ന്. നമുക്കിന്ന് കുറച്ചധികം പ്ലേസ് കാണാൻ വേണ്ടിയിട്ട് പോകാനുണ്ട്. അപ്പോൾ നമുക്കതിന് മുന്നേ ആയിട്ട് മേക്കപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ സ്കിൻ കെയറിൽ ഞാൻ എക്കോളജിക്കയുടെ സൺസ്ക്രീൻ മാത്രമാണ് അപ്ലൈ ചെയ്യേണ്ടത്. വേറെ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. മെയിൻ റീസൺ വേറെ ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഞാൻ പോൺസിൻ്റെ മോയ്സ്ചറൈസറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വെച്ചതെന്ന് എനിക്കറിയില്ല, അതിവിടെ എത്തിയിട്ടില്ല. എന്തായാലും ഞാൻ സൺസ്ക്രീൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്കിന്ന് നല്ലോണം ഡ്രൈ ആവുന്നുണ്ട് കേട്ടോ. കാരണം റൂമിലൊക്കെ ഭയങ്കര തണുപ്പാണ്. AC ഇട്ടിട്ടാണ് കിടക്കുന്നത്. ഫാൻ ഇല്ലാത്തതുകൊണ്ട് AC ഇട്ടിട്ടാണ് കിടക്കുന്നത്. എനിക്കാണെങ്കിൽ AC പറ്റില്ലല്ലോ. അവിടെ ഭയങ്കര തണുപ്പാണ്. അതിൻ്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ വലിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. കട്ടേ തോന്നുന്നുണ്ട് AC ഇരുന്നിട്ട് കിട്ടുന്നില്ല. ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പോൾ സൺസ്ക്രീനൊക്കെ ചെയ്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നേരത്തെ പറഞ്ഞ പോലെ സ്കിൻ കെയറിലൊന്നുമില്ല. അതുപോലെ തന്നെ ഞാൻ കോമ്പാക്ട് പൗഡറോ അല്ലെങ്കിൽ കോമ്പാക്ട് പൗഡർ കൊണ്ടുവന്നു തോന്നുന്നു. ലൂസ് പൗഡർ ഒന്നും കൊടുത്തിട്ടില്ല. കോമ്പാക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ കോമ്പാക്റ്റ് എടുത്തിട്ട് വരാം കേട്ടോ. വെയിറ്റ്. യെസ്, കോമ്പാക്റ്റ് ഉണ്ട്. കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇന്ന് നമ്മൾ പോണ പ്ലേസ് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല ഗൈസ്. ഞാൻ ചാർട്ടൊക്കെ ഉണ്ട്. ചാർട്ടൊന്നും നോക്കിയിട്ടില്ല. ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. റിച്ചുവാണെങ്കിൽ കുളിക്കാൻ പോയേക്കാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഈസി ആയിട്ട് വീഡിയോ എടുക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ. പിന്നെ ഇച്ചിരി പൊതുവേ ഉള്ളതാണ് ഒരു ചെറിയൊരു എന്താ പറയുക ഷൈനസ് വീഡിയോ ഉള്ളപ്പോൾ. അപ്പോൾ വീട്ടിലുള്ള ഇല്ലാത്തപ്പോൾ ഈസി ആയിട്ട് എടുക്കാം. നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. എൻ്റെ അടുത്ത് ഒരു പുതിയ ലിപ്സ്റ്റിക്ക് ഉണ്ട്. ഏതാ സംഭവം എന്ന് മനസ്സിലായോ? മാക്കിൻ്റെ. പക്ഷെ ഞാൻ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ല. ഇന്ന് നമുക്ക് മെബ്ലൈൻ തന്നെ യൂസ് ചെയ്യാം. മെബ്ലൈൻ്റെ ഏതാ ഷെയ്ഡ് 50 വിക്ഡ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ. വിക്ഡ് ഇതെൻ്റെ സലൂണിൽ ഇങ്ങനെ യൂസ് ചെയ്യുന്ന കണ്ടിട്ട് എനിക്കിഷ്ടമായിട്ട് ഞാൻ മേടിച്ചൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഞാൻ ഓൾറെഡി ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതാണ് റിമൂവ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് എൻ്റെ ഫ്രണ്ടിൽ ഫുള്ള് നല്ല 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 വലിയ വലിയ ബിൽഡിംഗ് ആണ് കേട്ടോ. ഞാൻ ഒരു ബാൽക്കണിയുടെ വിൻഡോയിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത് കേട്ടോ. ഭയങ്കര ലൈറ്റ് ഉണ്ട്. ഈ ഒരു ഷെയ്ഡ് എല്ലാവർക്കും പറ്റണമെന്നില്ല കേട്ടോ. ആദ്യമൊന്നും എനിക്ക് അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല. പിന്നെ പക്ഷെ ഇത് കുറേ നേരം ലാസ്റ്റ് എൻ്റെ അടുത്തിൻ്റെ 2 ഷെയ്ഡ് ഉണ്ട് ഓൾറെഡി. വേറെ ഒരു ഷെയ്ഡും കൂടി ഉണ്ട്. ഇത് കൊണ്ടുവരാൻ മറന്നുപോയി. അപ്പോൾ എൻ്റെ അടുത്തുള്ളതിൽ ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഇന്ന് ഇതിടാന്ന് ചോദിച്ചു. കാരണം ഇന്ന് നമ്മൾ സമയം മോർണിംഗ് 8:30 കേട്ടോ. അപ്പോൾ 9 മണിക്ക് നമ്മൾ ഇറങ്ങും ഇവിടെ നിന്ന്. എന്നാൽ മോർണിംഗ് 9 മണി തൊട്ടിട്ടാണ് നമ്മൾ കറങ്ങാൻ പോണ സമയം. അപ്പോൾ വൈകിട്ട് 9 o'clock തിരിച്ചു കയറുള്ളൂ. അപ്പോൾ അതുവരെ ലാസ്റ്റ് ചെയ്യുന്നൊരു ലിപ്സ്റ്റിക്ക് ഇത് തന്നെയാണ്. കറക്റ്റായി തോന്നുന്നു. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് മാർസിൻ്റെ ബാക്ക് ടു ബേസിക് എന്ന് പറഞ്ഞ പാലറ്റിൽ നിന്നുള്ള ഐഷേഡാണ്. എല്ലാം യൂസ് ചെയ്യുന്നതെല്ലാം പുതിയ പ്രൊഡക്റ്റാണ് കേട്ടോ. കുറേ ആയി നമ്മുടെ പഴയ പ്രൊഡക്ട്സൊക്കെ ഒന്ന് മാറ്റിയിട്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പഴയ പ്രൊഡക്ട്സൊക്കെ മാറ്റി. കുറേയൊക്കെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേയൊക്കെ നാശമായിട്ടുണ്ടായിരുന്നു. പിന്നെ മാർസിൻ്റെ പാലറ്റൊക്കെ ഞാൻ മുന്നേ യൂസ് ചെയ്യുന്നത് കുറേ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ എന്താ ബാക്ക് ടു ബേസിക് എന്ന് പറഞ്ഞ ഒരു പാലറ്റാണ് എടുത്തേക്കുന്നത്. ബേസിക് ആയിട്ടുള്ള കുറച്ച് ഷെയ്ഡ്സ് മാത്രമേ ഉള്ളൂ ഇതിൽ. അടിപൊളി പാലറ്റാണ്, അത്യാവശ്യം നല്ല പിഗ്മെൻറ്റഡ് ആണ്. അപ്പോൾ ഞാൻ സ്ഥിരം എടുക്കുന്ന എൻ്റെ ഈ ഒരു ഷെയ്ഡ് തന്നെ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ നമ്മൾ ടൂളൊക്കെ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. പതിവില്ലാത്തതാണ് ഈ കാര്യമൊക്കെ. പക്ഷെ ഇതിൽ ഓൾറെഡി ടൂൾ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കയ്യിലാക്കണ്ടെന്ന് വിചാരിച്ചു. നമ്മൾ ഇന്നലെ പുറത്ത് പോയപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ എടുത്തിട്ടുണ്ടായിരുന്നു. അത് എന്താ പറയുക ഭയങ്കര ചറപറ സ്പീഡിൽ എടുത്തൊരു ഗെറ്റ് റെഡി വിത്ത് മീ. നമുക്കൊട്ടും ടൈം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് നമുക്കൊരു 1/2 hour ഉണ്ട്. അപ്പോൾ ഞാൻ ഓക്കെ ലോങ് വീഡിയോ ആയിട്ട് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാം. അത് ഇതിൽ ഫസ്റ്റ് തന്നെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നമുക്ക് എന്താ പറയുക ബ്ലഷ് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ക്രീം ഇറ്റ് അപ്പ് ബ്ലഷാണ് വിത്ത് ഷീ ബട്ടർ. ഞാനിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇന്നലെയാണ് ഫസ്റ്റ് യൂസ് ചെയ്തത്. എൻ്റെ നെയിൽസ് പോയിട്ടോ. ഞാൻ നെയിൽസ് പോയതല്ല, കളഞ്ഞതാണ്. എനിക്ക് കുറച്ച് ഡിസ്കംഫർട്ട് തോന്നിയപ്പോൾ ഞാൻ കളഞ്ഞു. ഈ ഒരു ബ്ലഷാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്.
ഇന്നലെ ഞാൻ യൂസ് ചെയ്തപ്പോൾ അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടോ. കാരണം ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇതുവരെ യൂസ് ചെയ്ത ബ്ലഷിനേക്കാളും എനിക്ക് കുറച്ചുകൂടി ക്രീമി ആയിട്ട് തോന്നിയിട്ടോ ടെക്സ്ചർ. ശ്രദ്ധിച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. കുറച്ച് കൂടി പോയാൽ ഇത് പ്രശ്നമാണ്. ഇതിൻ്റെ ഷെയ്ഡ് ആയാലും നല്ല അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. കുറച്ച് നമ്മൾ നല്ല ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ ഒരു നാച്ചുറൽ ലുക്കൊക്കെ തരുന്നുണ്ട് കേട്ടോ നമുക്ക്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധികമായ ലാഭത്താണ്. സൂക്ഷിച്ച് ബ്ലെൻഡ് ചെയ്യട്ടെ. എനിക്ക് പിന്നെ ബ്ലഷ് ഇടാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ചിലർക്ക് ഇങ്ങനെ മുഖം ഇങ്ങനെ ചോന്നിരിക്കണ കാണുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ബ്ലഷ് ഇടാറുണ്ട് എപ്പോഴും. പിന്നെ ഞാൻ വിട്ടുപോയതാണ് വരുമ്പോൾ പൗഡർ ഹൈലൈറ്റർ. അതുകൊണ്ട് നമ്മുടെ പുതിയ പാലറ്റായ മാർസിൻ്റെ ഈ ഒരു ഗ്ലോസില്ല പാലറ്റ് നമുക്കൊരു ഷെയ്ഡ് എടുക്കാം. എനിക്ക് പൗഡർ ആയിട്ടുള്ള ഹൈലൈറ്റർ ആണെങ്കിൽ കുറച്ചും ഈസിയാണ്. ബട്ട് എടുത്തില്ല. പക്ഷെ ഇതും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കണ്ട നല്ല ഗ്ലോ ഒക്കെ ഉണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിന്ന് എന്തോ ഒരു പേര് പറഞ്ഞു, അവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. ഓക്കെ, ഇത്ര മതി. കൂടുതലായാൽ വേണ്ട, ഓവറാവും. ഇനി നമുക്ക് മെയിനായിട്ട് എന്താ ഐലൈനർ അപ്ലൈ ചെയ്യാം, മസ്കാര ഇടുക എന്നുള്ളതാണ്. അത് ഞാൻ ഫോണിൽ നോക്കി ചെയ്യുന്നില്ല. ഫോണിൽ നോക്കി ചെയ്താൽ ഒക്കെ നാശാവും. സോ ഞാൻ വേഗം ഇത് അപ്ലൈ ചെയ്തിട്ട് ഓടി വരാം. യെസ്, ഞാനങ്ങനെ കണ്ണെഴുതി വന്നിട്ടുണ്ട്. കുറച്ച് തിന്നായിട്ട് എഴുതാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് എഴുതാൻ അറിയാത്ത കാരണം ഇങ്ങനെ എഴുതി. നമുക്ക് മസ്കാര ഇടാം കേട്ടോ. ഇത് ബ്ലൂ ഹെവൻ്റെ ആണ്. ഇതൊക്കെ പുതിയതാണ് കേട്ടോ. എൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് എല്ലാം ഞാൻ പുതിയതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പഴയതൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് പോന്നേക്കാം കേട്ടോ. ചാവക്കാട് വെച്ചിൻ്റെ വീട്ടിലല്ല, ചാവക്കാട് വെച്ച് പോന്നേക്കാണ്. കാരണം അവിടെ പോയാൽ എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചു. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ എല്ലാം പുതിയതാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതും പുതിയ പ്രൊഡക്ട്സ് ട്രൈ ചെയ്യാന്നൊക്കെ പ്ലാനിൽ പുതിയ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള മസ്കാരയാണ് കേട്ടോ. അതുപോലെ തന്നെ റേറ്റും കുറവാണ്. ഈ ഒരു വീഡിയോ ഇനിയിപ്പോൾ കെട്ടോട് വീട്ടിന് മാത്രമാവോ ലെങ്ത് കൂടുമെന്നുള്ളൊരു പേടിയുണ്ട്. നോക്കട്ടെ. ഓക്കെ, നമ്മുടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഹെയർ ഫ്രീ ഹെയർ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. കുറച്ച് പെർഫ്യൂംസ് അടിച്ചു കൊടുക്കാം. പിന്നെ എൻ്റെ ബാഗ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. വെയിറ്റ്. ഇട്ടേക്കുന്ന ഔട്ട്ഫിറ്റ് ഒരു ഹുഡിയാണ്, റെഡ് കളർ ഹുഡി. അതുപോലെ തന്നെ ടൈറ്റ് ജീൻസാണ് വെയർ ചെയ്തേക്കുന്നത്. ബാഗി ജീൻസ് ബാഗി വെയർ ചെയ്തപ്പോൾ എനിക്ക് അത്ര എന്താ പറയുക ഭംഗിയായിട്ട് തോന്നിയില്ല ഈ ഒരു ടോപ്പിൻ്റെ കൂടെ. അപ്പം ഞാൻ ടൈറ്റ് ജീൻസ് വെയർ ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ ബാഗ് ജീൻസിൻ്റെ ബാഗ് തന്നെയാണ് ഗുഡ് വൈബ്സ്. ഇത് ഞാൻ മാക്സിന്ന് മേടിച്ചതാണ്. എനിക്കാണെങ്കിൽ ഇന്ന് ട്രൈപോഡ് സ്റ്റാൻഡ്, മേക്കപ്പിൻ്റെ ഒരു കിറ്റ്, വെള്ളം ഒക്കെ കൊണ്ടുപോകാനുള്ളൊരു പ്ലാൻ ഉണ്ട്. ഇന്നലെയൊക്കെ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഇതിലതൊക്കെ ഇടാലോ. ഭയങ്കര ഞാൻ വെയിറ്റ് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ബാഗാണ് കേട്ടോ. കണ്ടോ, ഭംഗിയുണ്ടോ? അപ്പോൾ എന്തായാലും നമുക്ക് പോവാല്ലേ. ഇനി ഇവിടെ നിന്ന് എനിക്ക് ചിറ്റയൊക്കെ വെച്ചിട്ടുണ്ടെന്ന് ബൈ ബൈയല്ല പോവാ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും അവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ റെഡ് ഹുഡിയും വെച്ചു ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് മിക്സഡ് ആയിട്ടുള്ള ഒരു ഫുൾ സ്ലീവ് ടീഷർട്ടാണ് കേട്ടോ വെയർ ചെയ്തേക്കുന്നത്. യെസ്, അപ്പോൾ നമ്മൾ അങ്ങനെ റൂമൊക്കെ ലോക്ക് ചെയ്ത് പുറത്തേക്ക് പോവുകയാണ്. താഴത്ത് നമ്മുടെ ബസ് വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അല്ലെങ്കിൽ ബസ്സിനെ നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്തായാലും നമ്മുടെ കൂടെയുള്ള ബാക്കി എല്ലാവരും റെഡി ആയിട്ട് താഴെ ഉണ്ടാവും. ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. യെസ്, ഫൈനലി നമ്മുടെ ലിഫ്റ്റിലൊക്കെ അമർത്തി. നമുക്ക് തോന്നുന്നു നമ്മൾ 10th ഫ്ലോർ ആയിരുന്നു തോന്നുന്നു. ഫൈനലി നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കറക്റ്റ് ടൈമിന് എത്തി. ചില സമയത്ത് നമ്മൾ ലേറ്റ് ആവാറുണ്ട്, പക്ഷേ ഇന്ന് നമ്മൾ കറക്റ്റ് ടൈമിന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. Basir is 400 million, but I think everyone understands 400 million plus year old limestone cave.
And it was initially, there is this tribe or the Aboriginal people called Temuan. They stayed there, and then the Chinese traders, when they were here, they would actually collect the droppings of the bag and turn it into fertilizer. നമ്മളിതാ ഫൈനലി ബാട്ടു കേവ്സിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ കയറിയപ്പോൾ തന്നെ ദാ ഇതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു കേട്ടോ. ബാട്ടു കേവ്സ് എന്ന് വലുതാക്കി എഴുതിയിട്ടുള്ള ലെറ്റേഴ്സിൻ്റെ അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഇതാ വലിയ മുരുകൻ്റെ സ്റ്റാച്ചു ഉള്ളത്. തൊട്ടപ്പുറത്ത് എനിക്ക് തോന്നുന്നു സ്റ്റെപ്സിൻ്റെ നമ്പേഴ്സ് കറക്റ്റായിട്ട് അറിയില്ല, 200+ സ്റ്റെപ്സ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവിൽ. ഞാൻ മറന്നുപോയിട്ട് അത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന്. അത്രയും നല്ല കളർഫുള്ളായിട്ടുള്ള സ്റ്റെപ്സ് നിങ്ങൾക്ക് അപ്പുറത്ത് കാണാൻ പറ്റും. ഇതിപ്പോൾ ജനുവരിയിലല്ല, നവംബർ ഡിസംബറിലായിട്ട് ഇത് ക്ലോസ് ആക്കി വെച്ചേക്കായിരുന്നു. എന്തോ ഒരു റിപ്പയറും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമുക്കെന്തോ നല്ല ഭാഗ്യമുണ്ട്, കാരണം ഇപ്പോൾ അത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് മുരുകൻ്റെ ആ ഒരു സ്റ്റാച്യു കേട്ടോ. മറ്റേത് ഫുൾ കവർ ചെയ്ത് വെച്ചേക്കായിരുന്നു. നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഒടുക്കത്തെ വെയിലായിരുന്നു. ഞാൻ എൻ്റെ ക്യാപ്പ് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ വെച്ചത്. വെച്ചു ഓൾറെഡി ക്യാപ്പൊക്കെ വെച്ചിട്ടാണ് നടക്കുന്നത്. ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്ന കാരണം കുറച്ച് കഴിഞ്ഞിട്ട് ക്യാപ്പ് വെക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ക്യാപ്പ് വെക്കുമ്പോൾ എന്തോ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ഞാൻ അങ്ങനെ വെച്ച് ശീലമില്ലാത്ത കാരണം. പിന്നെ ഞാൻ ട്രൈപോഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ട്രൈപോഡ് എടുക്കല്ല, നമ്മൾ ട്രൈപോഡ് വാങ്ങുകയാണ് ചെയ്തത് ഇങ്ങോട്ട് വരുന്ന വഴിയിൽ കേട്ടോ. കൊച്ചിയിൽ നിന്ന് വാങ്ങുക ചെയ്ത് ലുലുന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ട്രൈപോഡ് എടുക്കാൻ മറന്നു പോയിട്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ കുഞ്ഞ് ട്രൈപോഡ് വാങ്ങി. ട്രൈപോഡിലാണ് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തത് കേട്ടോ. പിന്നെ തൊട്ടടുത്ത് ഉള്ളിലൊരു അമ്പലം ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ചെറിയൊരു അമ്പലം. പിന്നെ അമ്പലത്തിനുള്ളിൽ നിന്ന് ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ അതാ ഞാൻ എൻ്റെ ക്യാപ്പ് വെച്ചു. എൻ്റെ ഒരു ലാവൻഡർ കളർ ക്യാപ്പാണ്. നമ്മളിതാ സ്റ്റെപ്സ് കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ആ ഒരു 200+ സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ തന്നെ എൻ്റെ കണ്ണ് കണ്ടോ നിങ്ങൾ? കാരണം എനിക്ക് സ്റ്റെപ്സ് കയറാനൊന്നും ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പിന്നെ എൻ്റെ ബാക്ക് പെയിൻ്റെ ഇഷ്യൂ ഫുള്ളായിട്ട് അങ്ങോട്ട് മാറിയിട്ടുമില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് കിട്ടിയിട്ടില്ല. പിന്നെ പനിയും ചുമയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വെച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഞാൻ പകുതി വെച്ച് സ്റ്റോപ്പ് ചെയ്യും, എനിക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന്. അതുപോലെ തന്നെയായി, എനിക്ക് പകുതി വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ട വന്നു. എനിക്ക് അധികം കയറാൻ പറ്റിയില്ല. എനിക്ക് മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി കേട്ടോ. പിന്നെ നമ്മൾ അത്രയും ബുദ്ധിമുട്ട് കയറിയിട്ട് ചിലപ്പോൾ തിരിച്ച് എനിക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടാവും. പിന്നെ എനിക്ക് ഇനിയും 2 ദിവസം ഉണ്ട് മലേഷ്യയിൽ. അപ്പോൾ എനിക്ക് ബാക്കിയുള്ള സ്ഥലം കൂടി കാണണമെന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഫുൾ മൂഡ് പോകണ്ട വെച്ചിട്ട് ഞാൻ കയറിയില്ല കേട്ടോ. പകുതി സ്റ്റെപ്പേ എനിക്ക് കയറാൻ പറ്റിയുള്ളൂ, എനിക്ക് വയ്യാത്ത കാരണം. പിന്നെ നമ്മൾ അവിടെ നടന്ന് ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ചു. എനിക്ക് തോന്നുന്നു ഐസ്ക്രീം അല്ല, സോറി, ഡയറി മിൽക്കാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഐസ്ക്രീമും മേടിച്ചു കേട്ടോ. പിന്നെ ഞാൻ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് നോക്കി, പക്ഷെ ഒന്നും വാങ്ങിയില്ല. ഞാൻ എൻ്റെ കൂളിംഗ് ഗ്ലാസും ട്രൈപോഡും ഒന്നും കൊണ്ടുവരാണ്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളിത് വീട്ടിലേക്കുള്ള കുഞ്ഞ് മുരുകൻ്റെ സ്റ്റാച്ചു രണ്ടെണ്ണം വാങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 10 റിങ്കറ്റോ 15 റിങ്കറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ ട്വിൻ ടവർ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ വാങ്ങിയില്ല കേട്ടോ. എന്ത് ഭംഗിയാണ് ഇത് കാണാനായിട്ട്, നല്ല രസമാണ് കേട്ടോ ഈ ഒരു വ്യൂ. കുറച്ചുകൊണ്ട് വിട്ട് നിന്ന് കാണാം ബാക്കിലുള്ള ആ ഒരു മലകളും അതിൻ്റെ നടുക്കിലുള്ള ഈ ഒരു മുരുകൻ്റെ വലിയ സ്റ്റാച്ചും, തൊട്ടപ്പുറത്ത് പോകുന്ന ആ ഒരു സ്റ്റെപ്സും, പിന്നെ 2-3 അമ്പലവും തൊട്ടപ്പുറത്തുണ്ട് കേട്ടോ. എല്ലാം കൂടി നല്ല വ്യൂ ആണ് കേട്ടോ. പിന്നെ ഞാൻ എനിക്ക് തോന്നുന്നു ചീസിൻ്റെ നമ്മളൊരു സ്നാക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ കുറുക്കുറ ലേസ് പോലത്തെ ഒരു ചീസിൻ്റെ റിങ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ ദുബായിൽ നിന്ന് ലാസ്റ്റ് ടൈം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വിച്ചുവിന് ഇത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ നെക്സ്റ്റ് പോണത് മലേഷ്യയിലെ തന്നെ ഒരു പോകേണ്ട ഒരു സ്ഥലമായ റോപ്പിലാണ് കേട്ടോ. റോപ്പോ ഇതിന് വേറെന്തോ പേര് പറയും, എനിക്ക് തോന്നുന്നു കാറോ എന്തൊരു കാറാണല്ലോ, എനിക്കിതിൻ്റെ പേര് ഞാൻ കറക്റ്റ് ഓർമ്മയില്ല, ഞാൻ ഓർത്തിട്ട് ഇപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. യെസ് ഗൈസ്, കേബിൾ കാർ. ഇതിനെ കേബിൾ കാർ എന്നാണ് കേട്ടോ പറയുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ പോയി ചെക്ക് ചെയ്തു, അപ്പോഴാണ് മനസ്സിലായത് ഇത് 1997 പണി കഴിപ്പിച്ച ഒരു കേബിൾ കാറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മീറ്റർ വരുന്നത് 3300 സംതിങ് എത്രയാണ് കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. ഒരു കേബിൾ കാറിലെ 6 to 8 പാസഞ്ചേഴ്സിനെ വരെ കയറ്റാൻ പറ്റും കേട്ടോ. നമ്മളൊരു 4 പേരെ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഫീറ്റ് എത്രയോ 1500 above ആണ് ഫീറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല നീളം കൂടിയ ഒരു കേബിൾ കാറാണ് കേട്ടോ ഇത്. ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു 2nd or 3rd ടൈമാണ്
കേബിൾ കാറിൽ പോണത്. അതും ഏറ്റവും ഞാൻ ഇതുവരെ പോയാൽ ഏറ്റവും നീളം കൂടിയ കേബിൾ കാറാണ് കേട്ടോ. കാരണം ഇത് പകുതി എത്തുമ്പോൾ ഞാൻ തീരണില്ലേ നോക്കാൻ കേട്ടോ. കുറേ കഴിഞ്ഞപ്പോൾ ഈ മരങ്ങളോ അല്ലെങ്കിൽ ഈ ബിൽഡിങ്ങോ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഫുള്ളിങ്ങനെ ഫോഗ്, മഞ്ഞ് നിറഞ്ഞിട്ട് ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ആയപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ പറയുക, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നൊക്കെ പറയാം. ഈ റോപ്പ് എത്തിച്ചേരുന്നത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലാണ്. അവിടെ റിസോർട്ട് ഉണ്ട്, ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പാർക്ക് ഉണ്ട്, ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെ. അത്യാവശ്യം വലിയൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകണത് കേട്ടോ. അതൊരു കുറേ ദൂരം ട്രാവൽ ചെയ്തിട്ട് അപ്പം ഞാൻ വിച്ചിനായിട്ട് കൂടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. എന്തായാലും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇത്രയും ദൂരം കേബിൾ കാറിൽ പോകുമ്പോൾ ചെറുതായിട്ടല്ല കാര്യമായിട്ട് പേടിയുണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഹൈറ്റൊക്കെ പേടിയുള്ള കാരണം. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ, പിന്നെ ഫുൾ സേഫാണ്, സേഫ്റ്റി എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ട് തോന്നിയില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്, ഒരു ഷോപ്പിംഗ് മാളാണെന്ന് പറയാം കേട്ടോ. ഇത്രയും നമ്മൾ ദൂരെ പോയി എത്തിച്ചേർന്നേക്കാം. പിന്നെ ഇവിടെ റിസോർട്ട് ഉണ്ട്, ഔട്ട്ഡോർ ഇൻഡോർ പാർക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കുറച്ച് വ്യൂ പോയിൻറ്റ്സ് ഒക്കെ നോക്കിയിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ എന്നുള്ളൊരു പ്ലാനാണ്. അപ്പോൾ ഇതാ ഏറ്റവും ഷോപ്പിംഗ് കോംപ്ലക്സിന് ഏറ്റവും മേലെ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഫുൾ TV ആണ്, ഫുൾ എവിടെ നോക്കിയാലും സ്ക്രീനാണ് കേട്ടോ. ഫുൾ ഇങ്ങനെ എന്താ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം നല്ല വലിയൊരു മാളാണ് കേട്ടോ. പിന്നെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ഇവിടെ നല്ല നല്ല ചൈനീസ് ഫുഡൊക്കെ കിട്ടുന്ന റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊന്നും പോയില്ല. കാരണം എൻ്റെ വിച്ചുവിന് എവിടെ പോയാലും മക്ഡൊണാൾഡ്സിൽ നിന്ന് ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം. എനിക്കാണെങ്കിൽ എവിടെ പോയാലും അവിടുത്തെ ഫുഡ് കുറച്ചൊക്കെ ട്രൈ ചെയ്യാനാണ് ഇഷ്ടം. നമ്മൾ കുറേയൊക്കെ മലേഷ്യൻ ഫുഡ് ട്രൈ ചെയ്തു. പിന്നെ നമ്മൾ കൂടുതലും നമ്മൾ KFC മക്ഡൊണാൾഡ്സ് ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇന്ന് നമ്മൾ KFC ആണ് കഴിച്ചത്. എനിക്ക് McD കഴിച്ചിട്ട് മടുത്തു തുടങ്ങി. അപ്പോൾ ഞാൻ വെച്ചിട്ട് പറഞ്ഞു ഇന്ന് നമുക്ക് KFC കഴിക്കാമെന്ന്. അപ്പോൾ അങ്ങനെ KFC നമ്മൾ ഫ്രൈഡ് ചിക്കനും അതുപോലെ തന്നെ വേറെ എന്തൊക്കെയോ ഒരു കോംബോ മീലാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി രണ്ടെണ്ണം പൊട്ടാറ്റോൻ്റെ എന്തോ ആയിരുന്നു കേട്ടോ. ഒരെണ്ണം പൊട്ടാറ്റോ ഫ്രൈ ആയിരുന്നു, മറ്റേത് പൊട്ടാറ്റോ സൂപ്പ് പോലത്തെ സംഭവമായിരുന്നു. അത് വായിൽ വെക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഫ്രൈ പിന്നെ 1-2 പീസൊക്കെ ഞാൻ കഴിച്ചു കേട്ടോ. അത് നോർമൽ ഫ്രഞ്ച് ഫ്രൈസ് അല്ല, വേറെ എന്തോ ഒരു ടൈപ്പിൽ ഫ്രൈ ചെയ്തേക്കാണ്. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ അതാ മുൻപിലായിട്ട് മക്ഡൊണാൾഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ വിച്ചുൻ്റെ കണ്ണ് വീണ്ടും അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മൾ മക്ഡൊണാൾഡ്സിൽ നിന്ന് കാര്യമായിട്ടൊന്നും കഴിക്കുന്നില്ല, ഒരു ഐസ്ക്രീം മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അവിടുത്തെ ഐസ്ക്രീം അടിപൊളിയാണല്ലോ. അപ്പോൾ അത് മേടിച്ചു. ഒറ്റ എണ്ണ മേടിച്ചു കേട്ടോ. ഞാൻ തന്നെ എടുത്ത് കഴിച്ചത്, കുറച്ച് വിച്ചുവിനും കൊടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മളിതാ വീണ്ടും കേബിൾ കാറിൽ കയറാൻ പോവാണ്. തിരിച്ച് നമ്മൾ കയറിയ സ്ഥലത്ത് പോയിട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, കുറേയൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം ഫുൾ ഇങ്ങനെ മഞ്ഞ്, പുക, എന്താ പറയുക, മേഘങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്. കുറേ കേബിൾ കാർ ഇതാ ഇങ്ങോട്ട് വരുന്നുണ്ട്, കുറേ കേബിൾ കാർ ഇതാ അങ്ങോട്ട് പോകുന്നുണ്ട്. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നോക്കുകയാണെങ്കിൽ ഫുള്ളിങ്ങനെ കോട നിറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. മലയുടെ മുകളിലൊക്കെ നല്ല വ്യൂ ആണ് കേട്ടോ.
മലേഷ്യയിലുള്ള ഇന്ന് സെക്കൻഡ് ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്കേജിൽ എല്ലാം കഴിഞ്ഞു ഇന്നത്തെ ദിവസത്തെ. ഇനി നമുക്ക് റെസ്റ്റാണ്. പക്ഷെ നമ്മളൊന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഫ്രഷ് ആയിട്ട് റെഡിയായി. സിമ്പിൾ മേക്കപ്പാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഐ ഷേഡോ, മസ്കാര, ലിപ്സ്റ്റിക്ക്, ഇത്രയേ ഉള്ളൂ. ഞാൻ ഫ്ലൈറ്റിൽ ഇട്ട് വന്ന സെയിം ഷർട്ടാണ് വെയർ ചെയ്തേക്കുന്നത്. ഞാൻ അധികം ഡ്രസ്സ് കൈ പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഈ ഒരു ഷർട്ട് തന്നെ വെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ടൈറ്റ് ജീൻസും, പിന്നെ ഇന്നലെ പോയപ്പോൾ മേടിച്ച ഈ ഒരു ചെപ്പലാണ് വെയർ ചെയ്തേക്കുന്നത് കേട്ടോ. കാരണം ഷൂ ഇട്ടിട്ട് എൻ്റെ കാല് ഭയങ്കരമായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇന്നാണെങ്കിൽ കുറച്ച് സ്ട്രീറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ അടുത്തുള്ള കുറച്ച് സ്ട്രീറ്റൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. തൊട്ടടുത്താണ്. യെസ്, അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ ഞാൻ എന്താ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാബ് വിളിച്ചിട്ടുണ്ട്. അതായത് ഇവിടുത്തെ ഊബർ എന്നൊക്കെ പറയാം, ടാക്സി. യെസ്, അപ്പോൾ നമ്മൾ അത് ഗ്രാബ് എന്നാണ് കേട്ടോ ഇവിടെ പറയുക, ഗ്രാബ്. ഞാൻ അതിനിടയിൽ എൻ്റെ ഐഷോഡോ നോക്കിയതാണ് കേട്ടോ. നല്ല രീതിക്ക് തിളങ്ങുന്നുണ്ട്. ഞാൻ ഐലൈനർ അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഐഷേഡോ അതുപോലെ തന്നെ അതിന് മേലെ ഗ്ലിറ്ററും മസ്കാരയൊക്കെ ഇട്ടിട്ട് ഞാൻ എൻ്റെ കണ്ണ് രാത്രി കുറച്ചും കൂടി ഒന്നിങ്ങനെ തിളങ്ങാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീച്ചിനോട് ഇങ്ങനെ നോക്കാൻ പറയുന്നത് ഇത് എന്തൊരു സാധനം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നല്ല രീതിക്ക് ഞാനത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. യെസ്, അപ്പോൾ അങ്ങനെ നമ്മൾ ഗ്രാബ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗ്രാബ് കുറച്ച് ലേറ്റായി പോയി വരാനായിട്ട്. കാരണം നല്ല ബ്ലോക്കാണ് കേട്ടോ മലേഷ്യയിൽ. ഫുൾ ടൈം നമ്മുടെ റൂമിൽ നിന്ന് പുറത്ത് നോക്കുമ്പോൾ ഫുൾ ടൈം ട്രാഫിക്കാണ് കാണാൻ പറ്റുന്ന റോഡിൽ. ഭയങ്കര ബ്ലോക്ക്. അത് രാവിലെ ആയാലും രാത്രി ആയാലും ഉച്ചയ്ക്കായാലും നല്ല ബ്ലോക്കാണ്. ഫൈനലി നമ്മുടെ ഗ്രാബ് ചേട്ടൻ ഗ്രാബ് ഓടിക്കുന്ന ചേട്ടൻ വന്നിട്ടുണ്ട്. നമ്മൾ ഗ്രാബിൽ കയറി. നമ്മൾ സ്ട്രീറ്റിൽ വന്നുകൊണ്ട് തന്നെ ആദ്യം കണ്ട ഷോപ്പിൽ നിന്ന് ഞാനൊരു ടീഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ നാളെ പൂളിൽ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ അതിനുള്ള ഇടാനുള്ള ഡ്രസ്സൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഞാനൊരു ടീഷർട്ട് വാങ്ങി. പിന്നെ കുറച്ചങ്ങനെ നടന്നപ്പോൾ പിന്നെ ഞാൻ ഷോർട്സ് വാങ്ങി പൂളിൽ ഇടാനുള്ളത് കേട്ടോ. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തടുത്ത് കുറേ ഇങ്ങനെ ഷോപ്പുകളാണ് കേട്ടോ. ഇങ്ങനെ നിരനിരക്ക് ഷോപ്പാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് മിസ്റ്റർ ബീൻ ഓർമ്മ വന്നു. കാരണം മിസ്റ്റർ ബീൻ്റെ കയ്യിലാണല്ലോ ഈ ഒരു പാവുള്ളത്. യെസ്, അങ്ങനെ നമ്മളിതാ ഓരോന്നായിട്ട് നോക്കുക. നമ്മൾ പിന്നെ കുറേ പെർഫ്യൂംസ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വലിയ വലിയ ബ്രാൻഡിൻ്റെ, അതായത് ഗുച്ചി ബ്രാൻഡിൻ്റെ ഒക്കെ പെർഫ്യൂംസ് ഇവിടെ വളരെ റേറ്റ് കുറവില്ല. ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ്, പക്ഷേ കണ്ട പുറംഭാഗമൊക്കെ കറക്റ്റ് സെയിം ഒറിജിനലിൻ്റെ പുറംഭാഗമാണ് കേട്ടോ. അതായത് ബോക്സും കാര്യങ്ങളൊക്കെ വിത്ത് ബോക്സാണ് വരുന്നത്. പക്ഷേ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് കേട്ടോ. പക്ഷേ എന്തായാലും ഗുച്ചിൻ്റെ ഒക്കെ ബോക്സ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ കുറേ ബ്രാൻഡഡ് ആയിട്ടുള്ള ബാഗ്സ്, ലൂയിസിൻ്റെ ഒക്കെ ബാഗ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് വേഷനാണ്, പക്ഷേ വിത്ത് ബോക്സ് വിത്ത് കവറോട് കൂടി വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ചുമ്മാ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാഗ് എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഉള്ള കാരണം ഞാൻ ബാഗൊന്നും വാങ്ങിയില്ല കേട്ടോ. അങ്ങനെ വേണ്ട കുറച്ച് അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങൾ വാങ്ങി. പെർഫ്യൂം നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വിച്ചുവിന് ആർക്കും ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. നല്ല പെർഫ്യൂം നോക്കി മേടിച്ചു കേട്ടോ. നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് അല്ലാത്ത നല്ല പെർഫ്യൂം നോക്കി മേടിച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വാച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. വാച്ച് റോളക്സിൻ്റെ വാച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വിത്ത് ബോക്സാണ് വരുന്നത്. അപ്പം നമ്മളിങ്ങനെ നോക്കുകയായിരുന്നു കേട്ടോ റോളക്സിൻ്റെ വാച്ച്. അത് ഇവിടെ നല്ല ചീപ്പായിട്ടാണ്. ചീപ്പ് മീൻസ് ഇവിടുത്തെ 125 റിങ്കറ്റാണ് കേട്ടോ റോളക്സിൻ്റെ വാച്ചിനൊക്കെ. പക്ഷെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് വാച്ചൊന്നും വാങ്ങിയില്ല. പിന്നെ നമ്മൾ ഹരിക്കുട്ടനും അമ്മയ്ക്കും അച്ഛനും, എൻ്റെ വീട്ടിലെ അമ്മയ്ക്കും അച്ഛനൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ നമ്മളിതാ അവിടുത്തെ ഒരു ഫുഡ് സ്ട്രീറ്റിൽ കയറിയിട്ട് നമ്മളിതാ ഈ ഒരു സാധനം മേടിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മലേഷ്യയിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ കഴിച്ചേക്കുന്നത് ഇതുപോലെ സ്റ്റിക്കിലുള്ള മീറ്റാണ് കേട്ടോ. ഇങ്ങനെ സ്റ്റിക്കിനുള്ളിൽ ഇങ്ങനെ മീറ്റ് തിരികെ വെച്ചാൽ സംഭവമില്ലേ, ഫില്ല് ചെയ്ത് വെച്ചേക്കുന്ന സംഭവം, അതാണ് ഏറ്റവും കൂടുതൽ ഒന്ന് കഴിച്ചത് കേട്ടോ. ഞാൻ ഇപ്പോൾ ചിക്കനാണ് കഴിക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. കാരണം ഇതിന് മുന്നേ കഴിച്ച ചിക്കൻ ഇത്ര എന്താ പറയുക ഫ്ലേവേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കഴിക്കുന്ന ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. തൊട്ടപ്പുറത്ത് തന്നെ നിങ്ങൾക്കൊരു കാണാൻ പറ്റും ഫൂങ് ലാറ്റ നൂഡിൽസ് പറഞ്ഞൊരു ഷോപ്പാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റെ മുന്നിലുള്ള ഇതിൽ ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഈ ഒരു ഷോപ്പ് ഞാൻ നോട്ടിട്ടുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. അത് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ ആ ഒരു ഷോപ്പിൽ പോയിട്ട് പ്രോൺസിൻ്റെ ഒരു നൂഡിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിവിടെ തോന്നിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്പൈസി ആയിട്ടുള്ള ഫുഡുണ്ട്,
ഒട്ടും സ്പൈസി അല്ലാത്ത ഫുഡും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഓർഡർ ചെയ്യാൻ. ഇപ്പം ഞങ്ങൾ ഓർഡർ ചെയ്ത് ഒട്ടും സ്പൈസി ഇല്ലാത്ത ഫുഡായി, കാരണം എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. പ്രോൺസൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് KFC മക്ഡൊണാൾഡ്സ് ഒക്കെ പിടിക്കുള്ളൂ. അതുകൊണ്ട് പിന്നെ നമ്മൾ പോണ വഴിയിൽ KFC കയറിയിട്ട് കോള പറഞ്ഞു, പിന്നെ ബർഗർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നൂഡിൽസ് നമുക്ക് അധികം കഴിക്കാൻ പറ്റിയില്ല. വിച്ച് ഒട്ടും കഴിച്ചില്ല കേട്ടോ. ഞാൻ കുറേയൊക്കെ കഴിച്ചു, വിച്ച് ഒട്ടും കഴിച്ചില്ല. അങ്ങനെ നമ്മളിതാ വീണ്ടും ഗ്രാബ് ബുക്ക് ചെയ്ത് നമ്മളിനി റൂമിലേക്ക് പോവാണ്. റൂമിൽ പോയിട്ട് ഇനി ബർഗറൊക്കെ കഴിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. കുറച്ചുണ്ട് കേട്ടോ, റൂമിലേക്ക് ഒരു 10 മിനിറ്റ് ഉണ്ടായിരുന്നു. റൂമിലെത്തി ഞാനൊന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി ഇനി നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബാക്കി മലേഷ്യൻ വ്ളോഗ്സ് വഴിയേ വരുന്നതായിരിക്കും കേട്ടോ. ബൈ, ലവ് യു ഓൾ.